Good afternoon. Good afternoon, Miss. Good afternoon. Miss, ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ആൻസർ നോ കറക്റ്റ് ആൻസർ എന്നായിരുന്നല്ലോ, അതെന്താണ് അങ്ങനെ? ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? ഡാഷ് ഈസ് എ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഓഫ് ആൻ ഓർഗനൈസേഷൻ യൂസിങ് ഇന്റർനെറ്റ്. അത് അതിന്റെ ആൻസർ എന്താ? ഇൻട്രാനെറ്റ് അല്ലേ? ഇൻട്രാനെറ്റ്. ആൻസർ അങ്ങനെ കൊടുക്കുമ്പോ നോ ആൻസർ എന്നുള്ളത് കാണിച്ചു. നോ കറക്റ്റ് ആൻസർ ഉണ്ടായില്ലല്ലോ, ആൻസറേ ഉണ്ടായില്ല. നോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ ഒറ്റ ഓപ്ഷനും ആൻസറിലില്ല. ആൻസർ ഉണ്ടായിരുന്നില്ലല്ലേ? ഇല്ല. നമുക്ക് ഓപ്ഷനില് എക്സ്ട്രാനെറ്റ്, ഇൻട്രാനെറ്റ്, ലാന്, വാന് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് ഇൻട്രാനെറ്റ് ആൻസർ കൊടുത്തു. ഇൻട്രാനെറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇൻട്രാനെറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ വ്യൂ സ്കോർ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് നോ കറക്റ്റ് ആൻസർ എന്നും പറഞ്ഞാണ് വന്നത്. ആ ചോദ്യത്തിന് ആൻസർ ഇല്ലാന്ന്, ആ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല. ഒറ്റ ആൻസറും വന്നിട്ടില്ല. നോ കറക്റ്റ് ആൻസർ എന്നാ പറയണേ. ആൻസർ വന്നില്ല ചോദിച്ചു നോക്കട്ടെ എന്താണെന്ന് കേട്ടോ. ആൻസർ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ എന്താണെന്ന്. എന്താ വരുന്നേ? ഇൻട്രാനെറ്റ് കൊടുത്തു, അദ്ദേഹം കൊടുത്തു. പക്ഷെ നമുക്ക് ആൻസർ ഓപ്ഷനിൽ വരുമ്പോ സാധാരണ നമ്മൾ ചെയ്യുമ്പോ ഇതാണെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ഗ്രീൻ കളർ വരേണ്ടതാണ്. ഇതൊന്നിലും വന്നിട്ടില്ല. ഇൻഡു മാർക്ക് തന്നെ വന്നിട്ട് നോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാണ് എഴുതി കാണിച്ചത്. ആൻസർ ഇല്ലാന്ന് തോന്നുന്നു. കഴിഞ്ഞതൊക്കെ വായിച്ചു വെക്കോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു വെക്കായിരുന്നോ? സോഷ്യൽ മീഡിയ ഒക്കെ വായിച്ചു വെക്കായിരുന്നോ? നോക്കി ഇയറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ? അതൊക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഇന്റർനെറ്റിനെ കുറിച്ചിട്ട് പറയാം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വശങ്ങളാണ് പറയുന്നത്. അതിന്റെ ഉപയോഗമാണ് കൂടുതൽ ഇതിനകത്ത് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ, എങ്ങനെയാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള സംഭവമാണ്. നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. നമുക്ക് ജസ്റ്റ് വായിച്ചു വെക്കാൻ തന്നെ മനസ്സിലാവും. അപ്പോ ഇന്റർനെറ്റ് കേട്ടോ. Communicating through the internet has revolutionized the people's way to connect and interact globally. It has opened up a multitude of meeting places or quick and convenient communication. അതായത് ഈ ഇന്റർനെറ്റിന്റെ ഒരു ഉപയോഗം എന്താണ്, ലോകത്തിൽ തന്നെ എന്താണ് ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടാക്കിയത് അല്ലെ. അതായത് ആളുകൾക്ക്, അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്താണ് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്തിലൂടെയാണ്? അത് ഇന്റർനെറ്റിലൂടെയാണ്. അപ്പോ നമുക്ക് സ്ഥലവും സമയവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എപ്പോ വേണമെങ്കിലും എന്താണ് ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് ഇമെയിൽ ആണ്. Email is one of the most vastly used methods of internet communication. It permits users to send and receive messages, documents, and multimedia content rapidly and securely. Email provides a flexible and asynchronous mode of communication, permitting individuals and business to communicate effectively across different time zones. അതായത് ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആശയവിനിമയം, അതായത് ഇന്റർനെറ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന രീതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലൂടെ നമുക്ക് ഇമെയിൽ സന്ദേശങ്ങള്, അതുപോലെ ഡോക്യുമെന്റ്സ്, മൾട്ടിമീഡിയ
എന്നിവ വേഗത്തിലും സുരക്ഷിതവുമായിട്ട് അയക്കാനും സ്വീകരിക്കാനും സാധിക്കും. അപ്പൊ എന്താണ് ഇമെയിൽ സന്ദേശങ്ങൾ നമ്മളൊക്കെ അയക്കാറുള്ളതല്ലേ, ഇമെയിൽ മെസ്സേജസ്, അതുപോലെ ഡോക്യുമെന്റുകള്, മൾട്ടിമീഡിയ കണ്ടന്റുകള്, ഇവയൊക്കെ എന്താണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് വേഗത്തിലും സുരക്ഷിതമായിട്ടും അയക്കാനും സ്വീകരിക്കാനും സാധിക്കുന്നത് എന്തിലൂടെയാണ്? അത് ഇന്റർനെറ്റ് എന്ന സേവനത്തില് കൂടെയാണ്. ഓക്കെ, വ്യത്യസ്ത സമയമേഖലകളിൽ ഇരുന്നുകൊണ്ട് ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ ഇത് വ്യക്തികളെയും ബിസിനസ്സുകാരെയും അനുവദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാണ് ലോകത്തിന്റെ പല കോണുകളിൽ ഇരിക്കുന്ന ആളുകള്, അതിപ്പോ വ്യക്തികളായിക്കോട്ടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ആളുകളായിക്കോട്ടെ, അവർക്കൊക്കെ എന്താണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്ത് അനുവദിക്കുന്നുണ്ട്? ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഉപാധി സഹായിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇമെയിലാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി രണ്ടാമത്തത് വോയിസ് ആൻഡ് വീഡിയോ കോൾസ് ആണ്. ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസസ് like Skype, Zoom and Microsoft Teams make individuals and a business able to have real-time audio and video conversation. അതായത് സ്കൈപ്പ്, സൂം, മൈക്രോസോഫ്റ്റ് ടീം പോലുള്ള ഇന്റർനെറ്റ് അധിഷ്ഠിത വോയിസ് വീഡിയോ കോൾ സേവനങ്ങൾ വ്യക്തികൾക്കും ബിസിനസ്സുകാർക്കും തത്സമയ ഓഡിയോ വീഡിയോ സംഭാഷണങ്ങൾ നൽകാനായിട്ട് പ്രാപ്തരാക്കുന്നുണ്ട്. അപ്പൊ ഇന്റർനെറ്റ് കൊടുക്കുന്ന മറ്റൊരു സർവീസ് ആണെന്ത്? വോയിസ് ആൻഡ് വീഡിയോ കോൾസ് ചെയ്യാൻ, അല്ലെ? നമ്മളൊക്കെ ചെയ്യാറുണ്ടല്ലേ? അത് എന്തിലൂടെയാണ് നടക്കുന്നത്? ഇന്റർനെറ്റ് എന്ന് പറയുന്ന സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വോയിസ് ആൻഡ് വീഡിയോ കോൾസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അതിപ്പോ ഇവിടെ പറയുന്നുണ്ട് സ്കൈപ്പ്, സൂം, മൈക്രോസോഫ്റ്റ് ടീം പോലുള്ള ഇന്റർനെറ്റ് അധിഷ്ഠിത വോയിസ് വീഡിയോകൾ എന്താണ് വ്യക്തികൾക്കും ബിസിനസ്സുകാർക്കും എന്ത് ചെയ്യാൻ പറ്റും? തത്സമയം ലൈവ് ആയിട്ട് ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സംഭാഷണങ്ങളൊക്കെ നൽകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് സോഷ്യൽ മീഡിയ. Social media platforms such as Facebook, Twitter, Instagram, and LinkedIn have changed the way people communicate and share information online. These platforms offer a vast range of communication tools, which include status updates, comments, such as direct messaging and video sharing. Social media makes individuals and a business able to connect, collaborate and engage with a broader audience. അതായത് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകള് ആളുകൾ ഓൺലൈനിൽ ആശയവിനിമയം നടത്തുന്നതിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും വിവരങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന രീതിയെ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. അതായത് മുമ്പുണ്ടായിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നമുക്ക്, അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. പണ്ട് കാലത്തെ രീതി എന്തൊക്കെയായിരുന്നു? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു? കത്ത് എഴുതുന്നത്, പിന്നെ ഫാക്സ് അയക്കില്ലേ? ഫാക്സ് അയക്കുന്നത്. റിജോ പിന്നെ പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോളൂ. പിന്നെ എന്തൊക്കെയായിരുന്നു? വേറെന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതുണ്ട്. പഴയകാലത്തെ രീതികൾ ഏകദേശം നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ രീതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ആളുകൾ എന്തൊക്കെയാ ചെയ്യുന്നേ? എന്തിലൂടെയൊക്കെ അയക്കുന്നേ? ഒന്ന് പറഞ്ഞേ. ഫേസ്ബുക്ക്. ഏതൊക്കെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അയക്കുന്നേ? ഫേസ്ബുക്ക്, ഫേസ്ബുക്ക് ഉണ്ട്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ആളുകള് ആശയവിനിമയം മറ്റും നടത്തുന്നത്. ഇതിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്, അല്ലെ? നമ്മൾക്ക്, അതായത് നമ്മൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് അതിനകത്ത്, അല്ലെ, നമ്മളിപ്പോ ചെയ്യാറുണ്ട്. വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റാറ്റസ് അപ്ഡേറ്റ്സുകൾ കൊടുക്കാറുണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ എന്താണ്? ഡയറക്റ്റ് മെസ്സേജിങ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക, അല്ലെ? അതായത് നമുക്ക് ആവശ്യമുള്ള വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? ഇങ്ങനെയുള്ള ധാരാളം കമ്മ്യൂണിക്കേഷന്റെ ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് ഇതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വ്യക്തികളെയും അതുപോലെ തന്നെ എന്താണ് ബിസിനസ്സുകാരെയൊക്കെ എന്താണ് വിശാലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രേക്ഷകരുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അതായത് ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്?
കണക്ട് ചെയ്യുന്നുണ്ട് എന്ത് സോഷ്യൽ മീഡിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റുമൊക്കെയാണ് അത് നമ്മുടെ വീഡിയോ ഷെയറിങ്, സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിലൂടെ നടത്തുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇമെയിലും വോയിസ് ആൻഡ് വീഡിയോ കോൾസ്, സോഷ്യൽ മീഡിയ ഒക്കെ മനസ്സിലായോ? വായിച്ചാ മനസ്സിലാവില്ലേ? മനസ്സിലായി. ഒന്ന് വായിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. 3 കണ്ടന്റ് ഒന്ന് വായിച്ചു വെക്കേ. Okay, next one, file sharing and cloud storage ആണ്. Internet based file sharing platforms like Google Drive, Dropbox and OneDrive makes users able to share and collaborate on document, images and other files. Cloud storage services provide a convenient and secure way to store and access files from anywhere, fostering seamless communication and collaboration. അതായത് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് തുടങ്ങിയ ഇന്റർവ്യൂ അധിഷ്ഠിത ഫയൽ പങ്കിടൽ പ്ലാറ്റ്ഫോമുകൾ കേട്ടോ. ഇതൊക്കെ എന്താണ്? പ്ലാറ്റ്ഫോംസ് ആണ്. ഓക്കെ, ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇമേജുകള്, ഫയലുകള് എന്നിവ എന്ത് ചെയ്യാൻ സാധിക്കും? ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുമൂലം തടസ്സങ്ങളൊന്നുമില്ലാതെ നമുക്ക് ആശയവിനിമയവും അതുപോലെ തന്നെ എന്താണ് ഫയലുകള് ആക്സസ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും ഒക്കെ എന്തിലൂടെ സാധിക്കും? ഈ പറയുന്ന സേവനങ്ങളിലൂടെ സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ്? ഫയലുകൾ കൂടുതലും ഷെയർ ചെയ്യാനും അത് ആക്സസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന രീതിയാണ് എന്തിനുള്ളത്? ഇങ്ങനെയുള്ള ഈ ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി 5th one, webinars and online presentation. Internet communication permits for the hosting of webinar and online presentations where speakers can give out content and interact with the participants in real time. Platforms such as GoToWebinar and WebEx facilitate interactive online events which enables knowledge sharing, training sessions and product demonstration. അതായത് ഇവിടെ പറയുന്നേ വെബിനാർ, അതുപോലെ വെബെക്സ്, അതുപോലുള്ള ഓൺലൈൻ ഈവന്റുകള് സുഗമമാക്കാനായിട്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങള് നോളജ് ഷെയറിംഗ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാംസിനോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒക്കെ എന്താണ് നമ്മള് എന്താ പറയാ പ്രദർശിപ്പിക്കുന്നതിനൊക്കെ ഭാഗമായിട്ട് എന്താ ചെയ്യുന്നത്? ഈ ഒരു എന്താ പറയാ ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ വെബിനാർ പോലുള്ള പ്രസന്റേഷനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, overall communicating through the internet offers a range of effective, convenient and dynamic methods to link with others, share information and collaborate across distance. The internet has brought people closer together, promoting global connectivity and breaking down barriers of time and location. മൊത്തത്തില് ഇന്റർനെറ്റിലൂടെയുള്ള ആശയവിനിമയം മറ്റുള്ളവരുമായി ലിങ്ക് ചെയ്യുന്നതിനും വിവരങ്ങൾ പങ്കിടുന്നതിനും ദൂരങ്ങളിൽ അതായത് ദൂരങ്ങളിലൊക്കെ ഇരിക്കുന്നവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ എന്താണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഓക്കെ,
ഇന്റർനെറ്റ് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുപ്പിക്കുന്നുണ്ട്. അതായത് ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള ആളുകളെ കൂടുതലായിട്ട് എന്താണ് അവര് തമ്മിൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനും, അതായത് പരസ്പരം അടുക്കുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഉപാധി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിനകത്ത് സമയം, സ്ഥലം എന്നിവയൊന്നും വരുന്നില്ല, അതിന്റെ ഉപാധികളൊന്നും വരുന്നില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക്, ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളുമായിട്ട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടത്തെ ടൈമും അമേരിക്കയിലെ ടൈം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ അതൊന്നും നോക്കാതെ, സമയപരിമിതിയോ സ്ഥലപരിമിതിയോ ഒന്നും നോക്കാതെ തന്നെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒരു ഉപാധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ഒന്നും കൂടെ പറയാമോ? ഏതാണ് ഒന്നുകൂടി പറയണ്ടേ? ഇതാണോ കൺക്ലൂഷൻ ആണോ? വെബിനാർ ഓൺലൈൻ പ്രസന്റേഷൻ. വെബിനാർ ഓൺലൈൻ പ്രസന്റേഷൻ. Webinars and online presentations. Internet communication permits for the hosting of webinar and online presentations where speakers can give out content and interact with the participants in real time. Platforms such as GoToWebinar and WebEx facilitate interactive online events which enables knowledge sharing, training sessions and product demonstration. അതായത് ഈ വെബിനാർ അതുപോലെ തന്നെയുള്ള വെബെക്സ് അങ്ങനെയുള്ള ഓൺലൈൻ ഇവന്റുകളൊക്കെ എന്താണ് സുഗമമാക്കുന്നതിന് എന്ത് സഹായിക്കും? ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒരു ഉപാധി സഹായിക്കും. അതിലൂടെ നമുക്ക് നോളജ് ഷെയറിംഗ് നടത്താം, അതുപോലെ തന്നെ പ്രാക്ടീസ് സെഷൻസ് നടത്താം, അതുപോലെ നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇന്റർനെറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഓൺലൈനായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ പല പ്രസന്റേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്? അതെന്താ, ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒരു ഉപാധി ഉപയോഗിച്ചുകൊണ്ടല്ലേ അതൊക്കെ ചെയ്യുന്നേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് വെബ് ബ്രൗസർ. വെബ് ബ്രൗസർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഷോർട്ട് ആയിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. എന്താ വെബ് ബ്രൗസർ? വെബ് പേജിനെ ആക്സസ് ചെയ്യാൻ വെബ് പേജിനെ ആക്സസ് ചെയ്യാനുള്ള അല്ലെ, അതാണ് എന്ത് വെബ് ബ്രൗസർ എന്ന് പറയണേ. വെബ് ബ്രൗസറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന എന്തൊക്കെയാ? ഗൂഗിൾ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, എഡ്ജ്, ഒപേറ, സഫാരി, മൊസില്ല ഫയർഫോക്സ്, അൽഫ്രഷൻ. ഓക്കെ, അപ്പൊ വെബ് ബ്രൗസേഴ്സ് ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. വെബ് ബ്രൗസേഴ്സ് ആർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ദാറ്റ് മേക്സ് യൂസേഴ്സ് ഏബിൾ ടു ഇവാലുവേറ്റ് ആൻഡ് നാവിഗേറ്റ് ദ വേൾഡ് വൈഡ് വെബ്. They provide a graphical user interface for individuals to interact with the websites, search for information and consume online content. Examples are Google Chrome, Mozilla Firefox. Here are some important points about web browsers. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെബ് ബ്രൗസർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിനുള്ള എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു തന്നിരുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സ്ലൈഡിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരും. അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ആ നോട്ട് തന്നേന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ പറഞ്ഞത്? വെബ് പേജിനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന എന്താ പറഞ്ഞത്? വെബ് ബ്രൗസർ സോഫ്റ്റ്വെയറുകളാണ് എന്ത് പറയുന്നത്? വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിവിടെ പറഞ്ഞിരിക്കുന്നത് WWW, അതായത് വേൾഡ് വൈഡ് വെബ് അല്ലെ. ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എന്താ പറയാ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ എന്താണ് മൊബൈലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻഫോർമേഷൻസും പബ്ലിക് വെബ്സൈറ്റുകളും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ അല്ലെ, ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? മൊബൈൽ തന്നെയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഇൻഫോർമേഷൻസും അതുപോലെ പബ്ലിക് വെബ്സൈറ്റുകൾ, നമുക്ക് ഏത് വെബ്സൈറ്റ് ആണോ വേണ്ടത് അത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. വേൾഡ് വൈഡ് വെബിനെ ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെബ് ബ്രൗസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വെബ് പേജുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതൊന്നും ഞാൻ നോട്ട് പറഞ്ഞതാണ്. ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അറിയണമെങ്കിൽ, ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ് ഒക്കെ എന്താണ്? വെബ് ബ്രൗസറുകളാണ് അല്ലെ. അപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം അറിയണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക?
നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഇപ്പൊ ഗൂഗിൾ ക്രോം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്? നമ്മൾ സെർച്ച് ചെയ്യാണ് അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വെബ് പേജ് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് ലഭിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? അതായത് നമുക്കൊരു കാര്യം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെബ് ബ്രൗസറുകൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഫസ്റ്റ് വൺ, യൂസർ ഇന്റർഫേസ്. Web browsers extend a user-friendly interface with assets like address bars, bookmarks, and navigation buttons that permit users to get into website addresses, URLs, or search queries and exhibit the requested web pages in a visually appealing format. അതായത് യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് വരുന്നത് അഡ്രസ്സസ് ബാർസ്, അതായത് ഇവിടെ ചില ടേമുകൾ കൊടുത്തിട്ടുണ്ട്. അഡ്രസ്സസ് ബാർസ് എന്താണ്, ബുക്ക് മാർക്സ് എന്താണ്, നാവിഗേഷൻ ബട്ടൺസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതായത് അഡ്രസ്സസ് ബാർ എന്ന് പറയുന്നത് നമ്മൾ ഏത് വെബ്സൈറ്റ് ആണോ ഉപയോഗിക്കുന്നത് അതിനൊരു അഡ്രസ് ഉണ്ടാകും. അത് വെബ് ബ്രൗസറിന് മുകളിലായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് അഡ്രസ് ബാർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് അതിനൊരു അഡ്രസ് ഉണ്ടാകും. അത് വെബ് ബ്രൗസറിന് മുകളിലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാവും? അതിനെ അഡ്രസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? അഡ്രസ് എന്ന് പറയുന്നത്, അഡ്രസ് ബാർസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ബുക്ക് മാർക്ക് എന്നാല് നമുക്ക് ഇപ്പോ ബുക്ക് മാർക്ക് പെട്ടെന്ന് നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വെബ് പേജ് ഇപ്പൊ ഉപയോഗിച്ച് വരികയാണെങ്കിൽ പെട്ടെന്ന് എന്താണ്, നമുക്കിപ്പോ ഗൂഗിൾ ക്രോം ആണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ക്രോം ഉപയോഗിക്കുമ്പോ തന്നെ എന്താണ്, നമുക്ക് വേറൊരു ഇതിലോട്ട് കയറണം, വേറൊരു വെബ് പേജിലോട്ട് കയറണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ആ സമയം തന്നെ എന്താണ്, വേറൊരു വെബ് പേജിലോട്ട് കയറണം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗൂഗിൾ ക്രോമിന് എന്ത് ചെയ്യും? നമ്മള് ബുക്ക് മാർക്ക് ചെയ്തിടും. അപ്പൊ നമുക്ക് വേറൊരു വെബ്സൈറ്റ് ഉപയോഗിക്കുമ്പോ തന്നെ എന്ത് ചെയ്യാം? ഈ ഗൂഗിൾ ക്രോം ആ സമയം തന്നെ അറ്റ് എ ടൈം തന്നെ എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്ത് കയറാനായിട്ട് സാധിക്കും. അത് ഈ ആ ഒരു ഇതില് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ ക്രോമിൽ തന്നെ എന്ത് ചെയ്യണം? നമ്മള് ബുക്ക് മാർക്ക് ചെയ്തിട്ടാല് നമുക്ക് ഒറ്റ ക്ലിക്കിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും? പെട്ടെന്ന് കയറാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു സമയം തന്നെ നമ്മള് 2 വെബ് പേജുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഒരെണ്ണം എന്ത് ചെയ്യണം? നമ്മള് ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചാല് നമുക്ക് പെട്ടെന്ന് ആ ഒരു വെബ് പേജിലോട്ട് കയറാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ നാവിഗേഷൻ ബട്ടൺസ് എന്ന് വെച്ചാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർവേഡ് ചെയ്യാൻ പറ്റും, അതുപോലെ ബാക്ക് ചെയ്യാൻ പറ്റും, സ്ക്രോൾ ചെയ്യാനൊക്കെ പറ്റും. അതിനാണ് എന്ത് പറയുന്നത്? നാവിഗേഷൻ ബട്ടൺസ് എന്ന് പറയുന്നത്. ഇനി URL എന്ന് പറഞ്ഞാല് യൂണിക് റിസോഴ്സ് ലൊക്കേറ്റർ ആണ് കേട്ടോ. അതായത് നമുക്കൊരു വിഷ്വൽ അപ്പിയറൻസ് തരുന്ന സാധനമാണ് എന്ത്? ഈ URL എന്ന് പറയുന്നത് കേട്ടോ. അതായത് യൂണിക് റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, ഇത്രയും കാര്യം പിടികിട്ടിയോ? എഴുതിയെടുക്കണോ നിങ്ങൾക്ക് നോട്ടിലിത്? ഒന്നോടെ പറയാമോ? അല്ല എഴുതി തരട്ടെ, നോട്ട് തരട്ടെ, എഴുതിയെടുക്കോ? നോട്ട് ഒന്നോടെ പറയാമോ മാം? ഞാൻ പറയാം, നോട്ട് തരാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഇതിനകത്ത് യൂസർ ഇന്റർഫേസിൽ ഫസ്റ്റ് വരുന്നത് അഡ്രസ് ബാർസ് ആണ്. അതെന്താണെന്ന് എഴുതാം. വെബ് ബ്രൗസേഴ്സിൽ യൂസ് ചെയ്യുന്ന ചില ടേംസുകളാണിത്. അതെന്താണെന്ന് നിങ്ങൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ വരുന്നത് അഡ്രസ് ബാർസ് ആണ്. അതെന്താണെന്ന് എഴുതിക്കോളൂ കേട്ടോ. നമ്മൾ ഏത് വെബ്സൈറ്റ് ആണോ ഉപയോഗിക്കുന്നത്, നമ്മൾ ഏത് വെബ്സൈറ്റ് ആണോ ഉപയോഗിക്കുന്നത് നമ്മൾ ഏത് വെബ്സൈറ്റ് ആണോ ഉപയോഗിക്കുന്നത് അതിനൊരു അഡ്രസ് ഉണ്ടാകും. അതിനൊരു അഡ്രസ് ഉണ്ടാകും. അതിനൊരു അഡ്രസ് ഉണ്ടാകും. അത് വെബ് ബ്രൗസറിന് മുകളിലായി അഡ്രസ് ചെയ്യും. അത് വെബ് ബ്രൗസറിന് മുകളിലായി അഡ്രസ് ചെയ്യും. ഇതിനെയാണ് അഡ്രസ് ബാർ എന്ന് പറയുന്നത്. അത് വെബ് ബ്രൗസറിന് മുകളിലായി അഡ്രസ് ചെയ്യും. ഇതിനെയാണ് അഡ്രസ് ബാർ എന്ന് പറയുന്നത്. അഡ്രസ് ബാർ എന്ന് പറയുന്നത് വിളിച്ചു വയ്ക്കുക. അഡ്രസ് ബാർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബുക്ക് മാർക്ക് കേട്ടോ. ബുക്ക് മാർക്ക് ബുക്ക് മാർക്ക്
നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വെബ് പേജ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വെബ് പേജ് ഉപയോഗിക്കുകയാണെങ്കിൽ അതേസമയം വേറൊരു വെബ് പേജിലേക്ക് കയറണമെങ്കിൽ തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെബ് പേജിനെ ബുക്ക് മാർക്ക് ചെയ്യും. ബുക്ക് മാർക്ക് ചെയ്യും. തുടർച്ചയായി കാരണമെങ്കിൽ തുടർച്ചയായി ഉപയോഗിക്കുന്ന മിസ് ഒന്നും കൂടെ പറയുമോ? തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെബ് പേജിനെ ബുക്ക് മാർക്ക് ചെയ്യും. ബുക്ക് മാർക്ക് ചെയ്താൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ 2 വെബ് പേജ് ഒരേ സമയം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തേല് പെട്ടെന്ന് കയറി നമുക്ക് പഴയതിലോട്ട് വീണ്ടും പോകണമെങ്കിൽ ഇങ്ങനെ ബുക്ക് മാർക്ക് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് പഴയതിലോട്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ കയറാനായിട്ട് സാധിക്കും. അതാണ് ബുക്ക് മാർക്ക് ചെയ്യുന്നതിന്റെ ഉപയോഗം കേട്ടോ. ബുക്ക് മാർക്ക് ചെയ്താൽ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് പഴയത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഏതിനകത്താണോ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്തിരുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ അല്ലെങ്കിൽ വെബ് പേജിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുക്ക് മാർക്ക് ചെയ്തിരുന്നത്. അതിന്റെ ആവശ്യമായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആ ഒരു വെബ് പേജ് ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് അതിനെ സ്പെസിഫൈ ചെയ്ത് ബുക്ക് മാർക്ക് ചെയ്തിരുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ കയറാനായിട്ട് സാധിക്കും. ഇനി നാവിഗേഷൻ ബട്ടൺസ്. യൂണിക് റിസോഴ്സ് ലൊക്കേറ്റർ കേട്ടോ. യൂണിക് റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് URL എന്ന് പറയുന്നത്. ഇതൊരു അഡ്രസ് ആണ് കേട്ടോ. ഒരു അഡ്രസ് ആണ് URL എന്ന് പറയുന്നത്. വിഷ്വൽ അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ് ഈ URL യൂസ് ചെയ്യുന്നത്. വിഷ്വൽ അപ്പിയറൻസ്. ഈ രണ്ടാമത്തേതാണ് റെൻഡറിംഗ് വെബ് പേജസ് കേട്ടോ. റെൻഡറിംഗ് വെബ് പേജസ്. ബ്രൗസേഴ്സ് യൂട്ടിലൈസ് റെൻഡറിംഗ് എൻജിൻസ് ടു എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്പ്ലേ വെബ് കണ്ടന്റ്. അതായത് ബ്രൗസേഴ്സ് എന്ത് ചെയ്യുന്നു, റെൻഡറിംഗ് ആയിട്ടുള്ള എൻജിൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വെബ് കണ്ടന്റ് വിഷ്വലി അപ്പീലിംഗ് ആയ രീതിയിൽ യൂസേഴ്സിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. റെൻഡറിംഗ് വെബ് പേജസ് എന്ന് പറഞ്ഞാല് ഒരു വെബ് കണ്ടന്റ് വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ യൂസേഴ്സിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതൊന്ന് എഴുതി വെക്കുക കേട്ടോ. റെൻഡറിംഗ് വെബ് പേജ്. ഒരു വെബ് കണ്ടന്റ് വിഷ്വലി അപ്പീലിംഗ് ആയ രീതിയിൽ യൂസേഴ്സിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നു. ഒന്നോടെ പറയോ? ഒരു വെബ് കണ്ടന്റ് വിഷ്വലി അപ്പീലിംഗ് ആയ രീതിയിൽ യൂസേഴ്സിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നു. യൂസേഴ്സിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നു.
ഇനി നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ടാബഡ് ബ്രൗസിംഗ് കേട്ടോ. ടാബഡ് ബ്രൗസിംഗ് ഈസ് ആൻ അക്സെപ്റ്റഡ് ഫീച്ചർ ഇൻ വെബ് ബ്രൗസേഴ്സ് ദാറ്റ് പെർമിറ്റ്സ് users to open multiple web pages within a single browser window. For bookmarks and history, browsers make users able to bookmark their most liked websites for quick access. They also keep a browsing history, permitting users to revisit formerly visited web pages. അതായത് നമ്മൾ എന്താ ഇപ്പൊ ചെയ്യുക, അതായത് മൾട്ടിപ്പിൾ വെബ് പേജസ് ഒരേ സമയം ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് അതന്നെ ടാബഡ് ബ്രൗസിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരേ സമയം നമുക്ക് ഡെസ്ക്ടോപ്പിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാൻ, കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള വെബ് പേജസ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറയുകയാണെങ്കിൽ, ഞാനിപ്പോ കേരള PSCയുടെ വെബ്സൈറ്റ് എടുത്തു. ആ PSCയിൽ ഞാൻ കയറി, അവരുടെ വെബ്സൈറ്റിൽ ഞാൻ കയറി. ആ സമയം തന്നെ എനിക്കൊരു ന്യൂസ് പോർട്ടലിന്റെ വെബ്സൈറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഒരു ന്യൂസ് പോർട്ടൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ മനോരമ ഓൺലൈൻ എന്ന് പറയുന്നത് ഒരു ന്യൂസ് പോർട്ടലാണ്. അതിനകത്ത് ഞാൻ കയറുകയാണ്. അപ്പൊ ഒരേ സമയം തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്, PSCയുടെ സൈറ്റിലും എനിക്ക് കയറാൻ പറ്റി. അതുകൂടാതെ എന്ത് ചെയ്യാൻ പറ്റി, ഈ ഒരു ന്യൂസ് പോർട്ടലായ മനോരമ ഓൺലൈന്റെ വെബ്സൈറ്റിൽ ഞാൻ കയറി. അപ്പൊ ഒരേ സമയം രണ്ട് വെബ്സൈറ്റിൽ എന്താണ് കയറാൻ സാധിക്കുന്നതാണ് എന്ത്, ഈ ഒരു ടാബഡ് ബ്രൗസിംഗ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് എഴുതി വെച്ചോളൂ. URL-ന്റെ അത് യൂണീക്ക് എന്നാണോ യൂണിഫോം ആണോ? ഏതാണ്? ഏതാ? യൂണിഫോം അല്ലേ, URL-ന്റെ യൂണിഫോം അല്ലേ, യൂണിക് ആണ്. യൂണിക് കേട്ടോ, യൂണിഫോം അല്ല, യൂണിക് ആണ്. UNIQUE, യൂണിക്. മൾട്ടിപ്പിൾ വെബ് പേജസിനെ ഒരേ സമയം നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്യാൻ മൾട്ടിപ്പിൾ വെബ് പേജസിനെ, മൾട്ടിപ്പിൾ അതായത് രണ്ട് വെബ് പേജ് കേട്ടോ, അല്ലെങ്കിൽ ഒന്നിലധികം, അതാണ് മൾട്ടിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്പിൾ വെബ് പേജസിനെ ഒരേ സമയം നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ഇപ്പൊ ഒരേ സമയം തന്നെ അതായത് PSCയുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് ഒരു ന്യൂസ് പോർട്ടൽ ആയിട്ടുള്ള മനോരമ ഓൺലൈന്റെ എന്ത് ചെയ്യാൻ പറ്റും, വെബ് പേജിൽ നമുക്ക് കയറാനായിട്ട് സാധിക്കും. രണ്ടിത് നമുക്ക് തരുന്നുണ്ട് അവിടെ നിന്ന്. അങ്ങനെ നിങ്ങളുടെ ഇത് ലാംഗ്വേജിൽ എഴുതി വെക്കുക കേട്ടോ. ഞാൻ ഈ പറയുന്ന എക്സാമ്പിള് രണ്ട് സൈറ്റിൽ കയറാൻ പറ്റും. രണ്ട് സൈറ്റുകളുടെ പേര് എഴുതിയാലും മതി. എന്താണ് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു PSCയുടെ ഇത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ആ PSCയുടെ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഞാൻ കാര്യങ്ങൾ നോക്കുമ്പോ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ മനോരമ ഓൺലൈനിൽ കയറിയിട്ട് അവിടുത്തെ ന്യൂസ് ഒക്കെ വായിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ആണ്. Web browsers given priority to security and privacy features to protect users' data and provide a secure browsing experience. Popular web browsers consist of Google Chrome, Mozilla Firefox, Apple Safari, Microsoft Edge, and Opera. Users have the flexibilities to select the browser that best suits their preferences, needs and platform of choice. അതായത് നമുക്ക് എന്താ പറയാ, ഈ ഗൂഗിൾ ഇങ്ങനെയുള്ള, അതായത് ഈ വെബ് ബ്രൗസറുകൾ, പ്രത്യേകിച്ച് എന്താണ് ഈ ഗൂഗിൾ ക്രോം പോലെയുള്ള വെബ് ബ്രൗസറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെബ് ബ്രൗസർ, നമ്മള് വെബ് ബ്രൗസറിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എന്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും, HTTPS എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് എന്ത് വിചാരിക്കാം, ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത്, ആ ഒരു വെബ് പേജ് എന്നൊക്കെ പറയുന്നത് സെക്യൂർ ആണെന്ന് നമുക്ക്
കാണാനായിട്ട് സാധിക്കും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ HTTPS എന്ന് വരാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? വരാറുണ്ട്. അങ്ങനെ വരുന്നത് നമ്മൾ സെർച്ച് ചെയ്യുന്ന വെബ് പേജ് എന്ന് പറയുന്നത് എന്താണ്? സെക്യൂർ ആണ്, സെക്യൂരിറ്റി തരുന്നുണ്ട്, നമുക്ക് സുരക്ഷിതമായിട്ട് അത് ഉപയോഗിക്കാം. അതിനകത്ത് വേറെ എന്താ പറയാ കൃത്രിമങ്ങളൊന്നും ഇല്ല, അത് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഗൂഗിൾ ക്രോം പോലെയുള്ള വെബ് ബ്രൗസറുകൾ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വെബ് പേജുകൾ സെക്യൂർ ആണോ എന്നറിയാൻ നമുക്ക് സാധിക്കുന്നത് വെബ് പേജുകൾ പറയാവോ? ഗൂഗിൾ ക്രോം പോലെയുള്ള വെബ് ബ്രൗസറുകൾ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ ക്രോം പോലെയുള്ള വെബ് ബ്രൗസറുകൾ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വെബ് ബ്രൗസറിൽ സെർച്ച് ചെയ്യുമ്പോൾ HTTPS എന്നിങ്ങനെ കാണാൻ സാധിച്ചാൽ ഒന്നുകൂടെ പറഞ്ഞ മിസ്സേ. വെബ് ബ്രൗസറുകളിൽ സെർച്ച് ചെയ്യുമ്പോൾ HTTPS എന്ന് കാണാൻ സാധിച്ചാൽ അത് സുരക്ഷിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊന്ന് പറയാമോ എല്ലാം? ഒന്നുകൂടി പറയാം. ഗൂഗിൾ ക്രോം പോലെയുള്ള വെബ് ബ്രൗസറുകൾ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വെബ് ബ്രൗസറുകളിൽ സെർച്ച് ചെയ്യുമ്പോൾ HTTPS എന്നിങ്ങനെ കാണാൻ സാധിക്കുകയാണെങ്കിൽ അത് സുരക്ഷിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗൂഗിളിന്റെ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സെർച്ച് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഓൺലൈൻ സെക്യൂരിറ്റി ആണ്. ഓൺലൈൻ സെക്യൂരിറ്റിക്ക് മുമ്പായിട്ട് നമുക്ക് ചില സൈബർ ക്രൈംസ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൈബർ ക്രൈംസ്? കേട്ടിട്ടുണ്ടോ? എന്തൊക്കെയാ സൈബർ ക്രൈംസ് ഒന്ന് പറഞ്ഞു തന്നാ. സൈബർ ക്രൈംസ് ആർക്കെങ്കിലും അറിയാമോ? സൈബർ ക്രൈംസിൽ എന്തൊക്കെയാ വരുന്നേ? എന്തെങ്കിലും കൊലപാതകത്തെ കുറിച്ചുള്ള നെറ്റ് ചെയ്ത് അങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല, കുറെ ടൈപ്പ് ഉണ്ട് സൈബർ ക്രൈംസ്, കുറെ ടൈപ്പ് ഉണ്ട്. ഈ ഓൺലൈൻ സെക്യൂരിറ്റി ഇത് ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടില്ലേ? അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫിഷിംഗ് കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് സ്ലൈഡിലെ കാര്യങ്ങളല്ല പറയുന്നത്, നോട്ടിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ.
അപ്പൊ ഞാനത് പറയാം. നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടത്? ഞാൻ പറയുമ്പോ നിങ്ങൾ നോട്ട് എഴുതണോ, അല്ലെങ്കിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നോട്ട് എഴുതണോ? എങ്ങനെയാ കൂടുതൽ ഇൻട്രസ്റ്റ്? നോട്ട് എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. നോട്ട് എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ആ. അത് നോട്ട് എഴുതണം. ഞാൻ ഓരോന്നും പറയാം, എന്നിട്ട് നിങ്ങൾ നോട്ട് എഴുതിയാൽ മതിയില്ലേ? ഓരോ പോയിന്റ് ആയിട്ട് പറയാം. ഓരോ പോയിന്റ് ആയിട്ടാ ഉള്ളത്. മതിയോ? ഓക്കെ. അപ്പൊ സൈബർ ക്രൈംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തേതാണ് ഹാക്കിംഗ്. ഹാക്കിംഗ് എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയാ ഹാക്ക് ചെയ്യുന്നേ? ഹാക്ക് ചെയ്യുന്ന ആളെ പറയുന്ന പേരെന്താ? ഹാക്കർ അല്ലെ? ഹാക്ക് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് ഹാക്കർ. അപ്പൊ ഹാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? അനുവാദമില്ലാതെ നമ്മൾ ഒരാളുടെ സിസ്റ്റത്തിൽ കയറി, അല്ലെങ്കിൽ എന്താണ് അയാളുടെ ഡാറ്റയിൽ കയറിയിട്ട് അനുവാദമില്ലാതെ എന്ത് ചെയ്യുന്ന അയാളുടെ ഡാറ്റയെ നശിപ്പിക്കുന്നതോ, അല്ലെങ്കിൽ എന്താണ് അയാളുടെ ഡാറ്റയെ എന്താ പറയാ ബ്രേക്ക് നശിപ്പിക്കുകയോ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും കേടുപാടുകളൊക്കെ വരുത്തുന്നതിനാണ് എന്ത് പറയുന്നേ? ഹാക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അനുവാദമില്ലാതെയാണ് എന്ത് ചെയ്യുന്നേ? ഹാക്ക് ചെയ്യുന്നത്. അതാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോ എന്റെ ഒരു ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഡാറ്റയിൽ കയറിയിട്ട് എന്ത് ചെയ്യാണ്? മറ്റൊരാള് എന്റെ അനുവാദം കൂടാതെ എന്ത് ചെയ്യാണ്? അത് കയറി നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് ഇതാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തായത്? അതെന്തായി? എന്നെ പറയുന്ന പേരെന്താ? ഹാക്കിംഗ് കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തില് നിങ്ങളുടെ ഒരു ഡാറ്റ സൂക്ഷിച്ചു വെച്ചേക്കാന്ന് വിചാരിക്കുക. അതിനകത്ത് കയറി നിങ്ങളുടെ അനുവാദവും ഇല്ലാതെ എന്ത് ചെയ്യാണ്? അത് നശിപ്പിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഹാക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹാക്കിംഗ് തന്നെ എന്താണ്? 3 തരത്തിലുണ്ട്. ഓക്കെ. ഹാക്കിംഗ് തന്നെ 3 തരത്തിലുണ്ട്. അത് ഈ ഹാക്കിംഗ് ചെയ്യുന്ന ആളെ പറയുന്ന പേരെന്താണ്? ഹാക്കേഴ്സ് എന്നാണ് അല്ലെ? ഈ ഹാക്ക് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് ഹാക്കേഴ്സ് എന്നുള്ളത്. അപ്പൊ 3 തരത്തിലാണ് ഇതുള്ളത്. ഒന്ന് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, 2 വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, 3 ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് കേട്ടോ. ഓക്കെ. അപ്പൊ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഓക്കെ. വെള്ളത്തൊപ്പിക്കാര്, കറുത്ത തൊപ്പിക്കാര്, ചാരത്തൊപ്പിക്കാരെന്നൊക്കെയാണ് ഇവര് പറയുന്നത്. മലയാളം ഇത് വരുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നോക്കാം എന്താണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ഓക്കെ. ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് എത്തിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഹാക്കേഴ്സ് ആണ്. ഓക്കെ. എത്തിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള. അതെന്താ അങ്ങനെ പറയുന്നത്? എത്തിക്കൽ ആയിട്ട് ഹാക്കർമാരെന്ന് പറഞ്ഞാൽ സംഭവം നശിപ്പിക്കുന്ന ആൾക്കാരല്ലേ? നമ്മുടെ സിസ്റ്റത്തിൽ കയറി, നമ്മുടെ ഡാറ്റയിൽ കയറി എന്താണ് ഡാമേജ് ചെയ്യുന്ന ആളുകളാണ് ഹാക്കേഴ്സ്. അപ്പൊ ഈ എത്തിക്കൽ ആൻഡ് ഓതറൈസ്ഡ് ഹാക്കേഴ്സ് എന്നതുകൊണ്ട് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും പറയാമോ? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. നിങ്ങള് ഒന്ന് പറഞ്ഞേ. ലോജിക് ഉപയോഗിച്ച് തിങ്ക് ചെയ്തേ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എത്തിക്സിന് പറ്റാത്ത കാര്യങ്ങൾ എല്ലാം ചെയ്ത് വെച്ച് ചിലപ്പോ കളയില്ല. ഒരാള് പറ. ഷിനു പറഞ്ഞേ ആദ്യം. എത്തിക്സിന് നിരക്കാത്ത, ഇതിന് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയണമല്ലോ, അതുകൊണ്ടായിരിക്കും. ശരണ്യ പറഞ്ഞേ. ഞാൻ പറയുന്ന അങ്ങനത്തെ കാര്യങ്ങൾ അവര് ഹാക്ക് ചെയ്യില്ല. എത്തിക്കൽ ആൻഡ് ഓതറൈസ്ഡ് എന്ന് പറയണ്ടല്ലോ. അപ്പൊ എന്താ പറയാ? നല്ല കാര്യങ്ങളല്ല അവര് ചെയ്യുന്നേ അല്ലേ? അതെങ്ങനെയാ വരുന്നത്? ഇപ്പൊ അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ കേരള ഗവൺമെന്റ് ഒരു പദ്ധതി രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു വിചാരിക്കാം. ഓക്കെ. കേരള ഗവൺമെന്റ് ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇവര് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതായത് ഈ ഒരു എന്താ പറയാ സീഡിറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള ആ ഒരു എന്താ പറയാ അതൊരു ഓതറൈസേഷൻ ആണ്. ഇത് ഇങ്ങനെയുള്ള കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? ഈ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യും? അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയും. ഓക്കെ. അതായത് അവരുടെ അടുത്ത് പറയും ഇങ്ങനെ, നിങ്ങള് ഈ ഒരു ഇതിൽ കയറിയിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ചെയ്യണം. അതായത് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്ന് പറയും. അപ്പോ ഇങ്ങനെ അവര് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴെന്താണ്, ഈ ഡെവലപ്പ് ചെയ്ത ആളുകൾ ഉണ്ടല്ലോ, ഈ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത ആളുകൾക്ക് അറിയാനായിട്ട് സാധിക്കും പുറത്തുനിന്ന്
ഒരാള് ഇതിൽ കയറി ചെക്ക് ചെയ്യുമ്പോഴേ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ആണ് ഉണ്ടാവുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഫ്യൂച്ചറിലെ ആളുകള്, പബ്ലിക് ഇതിനകത്ത് കയറിയിട്ട് എന്തെങ്കിലും ചെയ്താൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ മുൻകൂർ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് ഹാറ്റ് ഈ ബ്ലാക്ക് ഹാറ്റേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നത്, ഈ ഒരു ഇതിൽ കയറിയിട്ട് ഹാക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് എത്തിക്കൽ ആൻഡ് ഓതറൈസ്ഡ് ആണ്. നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരിത് ഹാക്ക് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ? പിടികിട്ടിയോ വല്ലതും? മനസ്സിലായില്ല മിസ്സേ. മനസ്സിലായില്ല, ഒട്ടും മനസ്സിലായില്ല. അത് ഞാൻ ഈ പേര് പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് വന്നു കേട്ടോ. അതായത് ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് പറഞ്ഞു, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് പറഞ്ഞു, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് പറഞ്ഞു. ഇതിനകത്ത് ഇപ്പൊ ഞാൻ പറയുന്നത് എത്തിക്കൽ ആൻഡ് ഓതറൈസ്ഡ് എന്ന് പറഞ്ഞത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആണ് കേട്ടോ, വെള്ളത്തൊപ്പിക്കാരാണ് കേട്ടോ, അത് ഓർത്തിരിക്കുക കേട്ടോ. വെള്ളത്തൊപ്പിക്കാര്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ഓക്കെ, ഇത്രയും വരെ മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും വരെ മനസ്സിലായോ? ഹാക്കിംഗ് എന്താണ്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്താണെന്ന് മനസ്സിലായോ? അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ഇതുവരെ പറഞ്ഞാൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഷീനു ഡൗട്ട് ഉണ്ടോ? ആ, അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തന്നെ വിചാരിക്കുക, നിങ്ങള് എന്താ പറയാ, നിങ്ങൾ പുതുതായിട്ടൊരു എന്താ പറയാ, വേണ്ട നമുക്ക് വേറൊരു പറയാം. അതായത് നമുക്കിപ്പോ പുതുതായിട്ടൊരു മരുന്ന് കണ്ടുപിടിച്ച് വിചാരിക്കുക. ഇപ്പൊ കൊറോണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ടൊരു വാക്സിൻ കണ്ടുപിടിച്ച് വിചാരിക്കുക. നമ്മൾ ആദ്യമേ തന്നെ എല്ലാ ജനങ്ങളിലേക്കും അത് അപ്ലൈ ചെയ്യോ? ആദ്യം എന്താ ചെയ്യുന്നേ? ഒരു സൈഡ് എഫക്ട് ഒക്കെ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണ വിഭാഗം ഉണ്ടല്ലോ, അതായത് കുറച്ചു പേരിൽ എന്ത് ചെയ്യും, അത് പരീക്ഷിക്കും. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മളത് ലോഞ്ച് ചെയ്യുള്ളൂ, അല്ലെ? അതായത് ജനങ്ങളിലേക്ക് അത് എത്തിക്കുള്ളൂ. അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പരീക്ഷിക്കുന്നേ? എന്തിനു വേണ്ടിയിട്ടാ പരീക്ഷിക്കുന്നേ? എങ്കിലാണല്ലോ ബാക്കിയുള്ളവർക്കും കൂടെ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ്, എത്രമാത്രം ഇത് ആളുകളിലേക്ക് എഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ മനുഷ്യത്തിൽ എത്ര എഫക്റ്റീവ് ആണ്, സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിത് പരീക്ഷിക്കുന്നത്, അല്ലെ? അതിനുശേഷം പരീക്ഷണം വിജയിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സംഭവം ലോഞ്ച് ചെയ്യുള്ളൂ. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ്, നമ്മളിപ്പോ ഞാൻ പറഞ്ഞു കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സുരക്ഷാ നടപടിക്രമങ്ങളൊക്കെ എന്താണ്, ശരിയായിട്ട് രീതിയിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിനെ കൊണ്ട് ഇത് ഹാക്ക് ചെയ്യിപ്പിക്കും. ഹാക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ജനങ്ങൾ ഇതിൽ കയറി എന്തെങ്കിലും ചെയ്യോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ എന്താണ്, ഈ ഹാക്കേഴ്സിന് പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഈ ഹാക്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ചില മൂവികളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അതായത് ഇപ്പൊ പോലീസിന്റെ തന്നെ നമുക്കൊരു പോലീസ് വിഭാഗം ഉണ്ടല്ലേ, ആ പോലീസ് വിഭാഗം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചില ഹാക്കേഴ്സിനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? സൈബർ കുറ്റകൃത്യങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? എന്തിനു വേണ്ടിയിട്ടാ അത് ഉപയോഗിക്കുന്നേ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അവരെ പറയുന്ന പേരാണ്. ഇപ്പൊ നിങ്ങൾ എന്തോരം മൂവീസിലൊക്കെ ഉണ്ട്, പോലീസിന്റെ കൂടെ തൊട്ടടുത്ത കമ്പ്യൂട്ടറിൽ ഒരു ആളിരുന്ന് ചെയ്യുന്നത്. അവരൊക്കെ ആരാണ്? വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ പിടികിട്ടിയോ? അപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നല്ല എത്തിക്കൽ ആൻഡ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഹാക്കേഴ്സിനെ പറയുന്നതാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, ഇവരെ കൊണ്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പ്രൊഫൈല്, അതായത് നമ്മുടെ സിസ്റ്റത്തിലെ പ്രൊഫൈലിൽ എന്തെങ്കിലും നഷ്ടമായി കഴിഞ്ഞാലൊക്കെ, അതായത് നമ്മുടെ സിസ്റ്റത്തില് നമ്മുടെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് അത് ഡിലീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിനെ കൊണ്ടാണ് എന്ത് ചെയ്യിക്കുന്നത്, അത് റിക്കവർ ചെയ്തെടുക്കുന്നത്. മൂവിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ഡാറ്റാസ് എന്തെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരെ കൊണ്ട് റിക്കവർ ചെയ്തെടുപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ മൂവിയില്? കണ്ടിട്ടുണ്ട്. ആ ഒരു വിഭാഗത്തിനെ പറയുന്ന പേരാണെന്ത്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ഇപ്പൊ പിടികിട്ടിയില്ലേ?
ആ മിസ്. ഓക്കെ. ഓക്കെ, അപ്പൊ ഈ ഒരു വിഭാഗത്തിനെ പറയുന്ന ഒരു വിശേഷണമാണ് എത്തിക്കൽ ആൻഡ് ഓതറൈസ്ഡ് പേഴ്സൺസ് ഫോക്കസ് ഓൺ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. അതായത് കമ്പ്യൂട്ടറിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് ഹാക്കേഴ്സ് ആണെന്ത് ഈ ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. അത് അവരാരായിരിക്കും? ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് പേരിൽ തന്നെ ഉണ്ട്. ഇല്ലീഗലായിട്ട് അവരെന്ന് പറഞ്ഞാൽ അനുവാദമില്ലാതെ കയറുന്നതാണ് കേട്ടോ. അതാണ് കുറ്റകൃത്യം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ അനുവാദമില്ലാതെ എന്താണ് നമ്മുടെ ഡാറ്റാസ് ഒക്കെ എന്താണ് ഹാക്ക് ചെയ്യുന്നവരാണ് എന്ത് ഈ ഒരു ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. അവരുടെ പ്രത്യേകത എന്തായിരിക്കും? അപ്പോ നമ്മളിപ്പോ നല്ല കൂട്ടരെയും കണ്ടു, മോശം കൂട്ടരെയും കണ്ടു അല്ലെ. വൈറ്റ് നല്ലതിൽ പെടും, ബ്ലാക്ക് മോശത്തിൽ പെടും അല്ലെ. അപ്പൊ ഗ്രേ എന്തായിരിക്കും? ഗ്രേ എന്തായിരിക്കും അപ്പോ? ഒന്ന് തിങ്ക് ചെയ്തേ നിങ്ങൾ. ഗ്രേ എന്തായിരിക്കും അപ്പോ? കുറച്ച് നല്ല കാര്യം ചെയ്യും, കുറച്ച് ആ അത് തന്നെ, അത് തന്നെ, അത് കറക്റ്റ് ആണ്. അതായത് മോശം കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും ഹാക്ക് ചെയ്യുന്നതാണ് എന്ത് ഈ ഒരു ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഓക്കെ, കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് ആണ് അവർക്ക് പൈസ കൊടുക്കണമെങ്കിൽ അവര് നല്ല കാര്യം ചെയ്യും. ബാക്കി വല്ല തീവ്രവാദികളാണ് പൈസ കൊടുക്കണമെങ്കിൽ അവര് മോശം കാര്യവും ചെയ്യും. എന്തിനു വേണ്ടിയും തയ്യാറാണ് അവര്. അതാണ് എന്ത് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും എഴുതിയിട്ട് മതിയോ നമുക്ക് അടുത്തത് പറയുന്നേ? മതി 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 മിസ്. മിസ്. ഓക്കെ, ഹാക്കിംഗ് ഹാക്കിംഗ് കൊടുക്കുക കേട്ടോ. സൈബർ ക്രൈംസ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഹാക്കിംഗ് എന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. അൺഓതറൈസ്ഡ് അറ്റാക്കിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അൺഓതറൈസ്ഡ് അറ്റാക്കിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അനുവാദമില്ലാതെ ഒരാളുടെ സിസ്റ്റത്തിൽ കയറി ഡാറ്റ നശിപ്പിക്കുന്ന രീതിയാണ് ഹാക്കിംഗ്. ഡാറ്റ നശിപ്പിക്കുന്ന രീതിയാണ് ഹാക്കിംഗ്. ഇനി ഹാക്കിംഗ് 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 എണ്ണം. ആദ്യത്തേത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എഴുതാം കേട്ടോ. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. വെബ്സൈറ്റ് ഹാറ്റല്ലേ? ഹാറ്റന്നല്ലേ? ഹാറ്റ് തൊപ്പി. ഹാറ്റ് HAT. ethical and authorized hackers. Ethical and authorized hackers. Ethical and authorized hackers. Focus on computer security. Focus on computer security. Focus on computer security. അടുത്തത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്.
മിസ് ഇപ്പൊ ഹെഡിങ് പറഞ്ഞ ഇതിന്റെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്നല്ലേ? ആ ഇപ്പൊ പറഞ്ഞതിന്റെ ഹെഡിങ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആ, എന്നല്ലേ അതെ മിസ് അതെ, പറഞ്ഞത്? ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് കേട്ടോ. ഏ? അപ്പൊ അൺഓതറൈസ്ഡ് എന്താ ഇത് ശരിക്കും വൈറ്റ് അല്ലേ? ആദ്യത്തേതാണ് കേട്ടോ വൈറ്റ്. പക്ഷെ ആദ്യത്തെ ഹെഡിങ് പറഞ്ഞത് ബ്ലാക്ക് എന്നാണല്ലോ, അതാ ചോദിച്ചത്. അങ്ങനെയാ പറഞ്ഞേ. ബ്ലാക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഒന്ന് അവിടെ കറക്ഷൻ നടത്തിയത് കേട്ടോ. എത്തിക്കൽ ആൻഡ് ഓതറൈസർ ആണെന്ത് വൈറ്റ് കേട്ടോ, വെള്ള. ഇനി ബ്ലാക്ക് ആണെന്ത് അൺഓതറൈസ്ഡ് ഹാക്കേഴ്സ് കേട്ടോ, ബ്ലാക്ക് അൺഓതറൈസ്ഡ് ഹാക്കേഴ്സ്. ഓക്കെ, ഇനി ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് കേട്ടോ, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. എന്താ ഞാൻ പറഞ്ഞേ? ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്താ പറഞ്ഞേ? നല്ല കാര്യം ചീത്ത കാര്യം ചെയ്യും. നല്ല കാര്യങ്ങൾക്കും മോശം കാര്യങ്ങൾക്കും അല്ലേ, അതിനുവേണ്ടി ഹാക്ക് ചെയ്യുന്നവരാണെന്ത് ഈ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് ഒരു വേർഡ് എന്ന് പറഞ്ഞാല് ഫ്രീക്കർ എന്നാണ് കേട്ടോ പറയണത്. ഫ്രീക്കർ, PHREKER. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഏത് സിസ്റ്റത്തിലൂടെയാണ് ഹാക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത്? ഏത് സിസ്റ്റമാ? ഏത് സിസ്റ്റത്തിലൂടെയാണ് ഹാക്ക് ചെയ്യുന്നത്? ഓൺലൈൻ അല്ലേ? കമ്പ്യൂട്ടർ അല്ലേ? കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെ ഹാക്ക് ചെയ്യുന്നതല്ലേ? എന്നാൽ ഫ്രീക്കർ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിന് പകരം ടെലിഫോൺ സിസ്റ്റം വഴി എന്താണ് ഹാക്ക് ചെയ്യുന്ന രീതിയാണെന്ത് ക്രാക്ക് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് ഫ്രീക്കർ കേട്ടോ. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് പകരം ഒരു ടെലിഫോൺ സിസ്റ്റത്തിലൂടെയാണ് ഹാക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഹാക്ക് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണെന്ത് ഫ്രീക്കർ. ഒന്ന് എഴുതിക്കോളൂ കേട്ടോ, ഫ്രീക്കർ. PHREKER, PHREKER. കമ്പ്യൂട്ടറിന് പകരം ടെലിഫോൺ സിസ്റ്റത്തിലൂടെ വിവരങ്ങൾ ഹാക്ക് ചെയ്യുന്ന ആളെ പറയുന്നതാണ് ഫ്രീക്കർ. വിവരങ്ങൾ ഹാക്ക് ചെയ്യുന്ന ആളെ പറയുന്നതാണ് ഫ്രീക്കർ. ഓക്കെ, എഴുതിയോ? എഴുതി. ഇനി അടുത്തതാണ് ക്രാക്കർ കേട്ടോ. അത് ഞാൻ പറയുന്നത് കേൾക്കാം. ക്രാക്കർ എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്തിന്റെ വിവരങ്ങളൊക്കെ എന്താണ് പണത്തിന് വേണ്ടി ചില ആളുകൾ എന്ത് ചെയ്യും? ചോർത്തി കൊടുക്കും അല്ലെ? നമ്മളത് കണ്ടിട്ടില്ല. ഇപ്പൊ തീവ്രവാദം നമ്മുടെ തന്നെ എന്താണ് ഇപ്പൊ നമ്മുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് പൈസക്ക് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിലെ തീവ്രവാദികൾക്കൊക്കെ ചോർത്തി കൊടുക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ വാർത്തയിലൊക്കെ കാണാറില്ലേ? അങ്ങനെ ചോർത്തി കൊടുക്കുന്നവരെ പറയുന്ന പേരാണ് എന്ത്? ക്രാക്കർ കേട്ടോ, ക്രാക്കർ. അതൊന്ന് എഴുതിക്കോളൂ കേട്ടോ. CRACKER, CRACKER, CRACKER. നമ്മുടെ രാജ്യത്തിന്റെ വിവരങ്ങള് ചോർത്തിക്കൊടുത്ത് പണമുണ്ടാക്കുന്നവരെ പറയുന്ന പേരാണ് ക്രാക്കർ. നമ്മുടെ രാജ്യത്തിന്റെ വിവരങ്ങള് ചോർത്തിക്കൊടുത്ത് പണമുണ്ടാക്കുന്നവരെ പറയുന്ന പേരാണ് ക്രാക്കർ.
ഓക്കെ, ഇനി അടുത്തതാണ് ഹാക്കിവിസ്റ്റ് കേട്ടോ. ഹാക്കിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചില വെബ് പേജുകളൊക്കെ എടുക്കുമ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലും വെബ് പേജുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അനാവശ്യമായിട്ട് ചില പരസ്യങ്ങളൊക്കെ വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ട് അതാണ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ചിലപ്പോ ചില മുടിയിൽ പുരട്ടുന്ന എണ്ണയുടെ പരസ്യമോ അല്ലെങ്കിൽ ചിലപ്പോ കോഴിക്കുഞ്ഞുങ്ങളുടെ പരസ്യമോ അങ്ങനെയൊക്കെ പല പല പരസ്യങ്ങളായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോ അങ്ങനെ വരുന്നത് ഹാക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് പറയുന്നത്. ഹാക്ക് ചെയ്ത വെബ്സൈറ്റിലൂടെയുള്ള അതായത് ഇങ്ങനെയുള്ള പരസ്യങ്ങള് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹാക്ക് ചെയ്ത ആളുണ്ടല്ലോ, അയാളുടെ മതപരമായും അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരസ്യങ്ങള് പ്രചരിപ്പിക്കുന്നത് കേട്ടോ. അതായത് അയാള് ഈ ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്യും? ഹാക്ക് ചെയ്യും. അത് ഹാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? അയാളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും? അയാളുടെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് നോക്കും. അതിന് പലവിധ പരസ്യങ്ങളെയും എന്ത് ചെയ്യും? ഇയാള് ഉപയോഗിക്കും. അപ്പൊ ആ ആളെ പറയുന്ന പേരാണെന്ത്? ഹാക്കിവിസ്റ്റ് കേട്ടോ. ഹാക്കിവിസ്റ്റ് അതൊന്ന് എഴുതിക്കോളൂ കേട്ടോ. ഹാക്കിവിസ്റ്റ്. സ്പെല്ലിംഗ് പറയോ? HACKIVIST. ഹാക്കിവിസ്റ്റ്. HACKIVIST. ഹാക്കിവിസ്റ്റ്. ഹാക്ക് ചെയ്ത വെബ്സൈറ്റിലൂടെ ഒരാളുടെ സാമൂഹികപരമായും മതപരമായും രാഷ്ട്രീയപരമായുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളിനെ വിളിക്കുന്നത് ഹാക്കിവിസ്റ്റ് എന്നാണ്. ഹാക്കിവിസ്റ്റ് എന്നാണ്. ഓക്കെ, അടുത്തത് ഫിഷിംഗ് ആണ് കേട്ടോ. ഫിഷിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും ഒരാൾ പറഞ്ഞ ഫിഷിംഗ് എന്താണെന്ന്? സ്മിത കേട്ടിട്ടുണ്ടോ ഫിഷിംഗ് എന്താണെന്ന്? ഇല്ല. ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഷിനുവിന് അറിയാമോ ഫിഷിംഗ് എന്താണെന്ന്? ഫിഷിംഗ് അത് മിസ് ഞാൻ ഓർത്തെന്താ വെച്ചാല് ചെയിനായിട്ട് ഇങ്ങനെ ഹാക്ക് ചെയ്ത് പോകുമല്ലോ, അങ്ങനെ വല്ല അതാണോ ഫിഷിംഗ്? അങ്ങനെയാണോ? ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മള് സാധാരണ നമ്മൾ ഒരു എരേനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രലോഭിച്ച് പിടിച്ചെടുക്കുക, അതായിരിക്കും. കെണിയില് വീഴ്ത്തുന്നതല്ലേ അല്ലെ? അതായത് ഫിഷിംഗ് നമ്മൾ എന്തിനാണ് മീൻ പിടിക്കാൻ നമ്മൾ വല എന്തിനാ അറിയുന്നേ? മീൻ പിടിക്കാൻ വേണ്ടിട്ടല്ലേ. പക്ഷെ ഒരു കൂട്ടം മീനുകളെ അതിനകത്ത് വന്ന് വീഴുള്ളൂ, ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെട്ടു പോകും അല്ലെ? അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഫിഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അപ്പൊ പറയാം എന്താണ്. ഇവിടെ അതുപോലെ കെണിയിൽ വീഴിക്കാൻ നോക്കുമായിരിക്കും. കെണിയിൽ വീഴ്ത്തണയാണോ? എങ്ങനെയാണ് കെണിയിൽ വീഴ്ത്തണേ? നിങ്ങൾക്കൊക്കെ പല ടൈപ്പ് സന്ദേശങ്ങളൊക്കെ വരാറില്ലേ ഫോണിൽ? ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഇത് വരും. അതായത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോ നമ്മുടെ അക്കൗണ്ട് ഒക്കെ അവർ ഹാക്ക് ചെയ്ത് ഉള്ള കാശ് വീട്ടിക്കൊണ്ട് പൈസയൊക്കെ പോകുന്നത്. അതായത്
ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ യൂസർ നെയിം ആകാം, പാസ്വേഡ് ആകാം, പിൻ നമ്പർ ആകാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അത് ചോർത്തുകയോ പരസ്യപ്പെടുത്താൻ ആളെ പ്രേരിപ്പിക്കുന്നതോ അതിന് പറയുന്ന പേരാണെന്ത്, ഫിഷിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ്, യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ പിൻ നമ്പർ, ഇത് ചോർത്തുകയോ അല്ലെങ്കിൽ അയാളോട് തന്നെ പറയുകയാണെന്ത്, ഇതൊന്ന് പരസ്യപ്പെടുത്താനായിട്ട് പറയുന്നതാണെന്ത്, ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലാണ്. ഒന്നില്ലെങ്കിലും നമ്മുടെ വിവരങ്ങൾ, ഇപ്പൊ നമ്മുടെ യൂസർ നെയിം ആവാം, നമ്മുടെ പാസ്വേഡ് ആവാം, പിൻ നമ്പർ ആവാം, ഇതെന്താണ്, ഒന്നെങ്കിൽ അയാൾ ചോർത്തും, അല്ലെങ്കിൽ എന്താണ്, നമ്മൾക്ക് മെസ്സേജ് അയച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളോട് കള്ളപ്പേര് പറഞ്ഞിട്ട് നമ്മളോട് പറയാൻ, ഞങ്ങൾ ബാങ്കിൽ നിന്നാണ്, അല്ലെങ്കിൽ എന്താണ് ഞങ്ങള് ഇന്ന വെബ്സൈറ്റിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, നമ്മുടെ വിവരങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് പരസ്യപ്പെടുത്താൻ, അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറയും. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഫിഷിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതെങ്ങനെയാ ചെയ്യുന്നത്? അതായത് ഒരു പർട്ടിക്കുലർ ബാങ്ക് ഒക്കെ എടുത്തിട്ടായിരിക്കും ഇവരിത് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആദ്യം ഇവർ ഈ ഒരു കൂട്ടർ എന്താ ചെയ്യുന്നത്, ഫിഷിംഗ് ചെയ്യുന്ന കൂട്ടർ എന്ത് ചെയ്യും, ആ ബാങ്കിന്റെ സെർവർ ആദ്യം ഹാക്ക് ചെയ്യും. ഓക്കെ, സെർവർ എന്ത് ചെയ്യും ആദ്യം, സെർവർ എന്താണെന്ന് ഞാൻ പറഞ്ഞു ആദ്യത്തെ ക്ലാസ്സിൽ. എന്താ സെർവർ എന്താ, എല്ലാ കമ്പ്യൂട്ടറിനെയും കൂടെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ്. അത് സെൻട്രൽ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ആണല്ലേ സെർവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെർവർ എന്ത് ചെയ്യും, അവര് ഹാക്ക് ചെയ്യും. അങ്ങനെ ഹാക്ക് ചെയ്യുമ്പോ എന്ത് ചെയ്യും, അതായത് ആ അടുത്ത ദിവസങ്ങളിൽ ഹാക്ക് ചെയ്യുന്നതിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളില് അവിടെ എത്ര ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര പണമാണ് ഡെപ്പോസിറ്റ് ചെയ്തതെന്നൊക്കെ എന്ത് കിട്ടും, ഈ ഫിഷിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഇൻഫോർമേഷൻസ് കിട്ടും. അങ്ങനെ ഇവരെന്ത് ചെയ്യും, ഫേക്ക് ഇമെയിലിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും, ആളുകളിലേക്ക്, അതായത് ഈ സെർവർ ഹാക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, ഇവർക്ക് ഈ ബാങ്കില്, അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ ആ ബാങ്കിൽ എത്ര ഡെപ്പോസിറ്റുകൾ നടന്നിട്ടുണ്ട്, അവരുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഇവർക്ക് എന്ത് കിട്ടും, അപ്പൊ തന്നെ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഫേക്ക് ഇമെയിൽ വഴി എന്ത് ചെയ്യും, ഇവർക്ക് മെസ്സേജ് അയക്കും. ഓക്കെ, അതായത് എങ്ങനെ പറഞ്ഞാൽ മെസ്സേജ് അയക്കണേ, അതായത് ഞങ്ങൾ ഈ ബാങ്കിൽ നിന്നാണ്, അവരുടെ അക്കൗണ്ടിലുള്ള ബാങ്കിൽ നിന്നാണെന്നാണ് പറഞ്ഞാണ് അയക്കുന്നത് അല്ലെ. ഇങ്ങനെ അയക്കും, ഇങ്ങനെ നിങ്ങളുടെ ബ്രാഞ്ചിലെ ഓഫീസറാണ്, ഞങ്ങളുടെ ഓൺലൈൻ സെക്യൂരിറ്റി, ബാങ്കുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സെക്യൂരിറ്റിക്ക് പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വിവരങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ഫീഡ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങളുടെ വിവരങ്ങൾ ഈ ഇമെയിലിലോട്ട് ഒന്ന് പെട്ടെന്ന് അയക്കണം. നിങ്ങളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻ നമ്പർ, അക്കൗണ്ട് നമ്പർ, അതൊക്കെ ഇവരിലോട്ട് അയക്കാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ എന്താണ്, ചില ആളുകൾ എന്ത് ചെയ്യും, ഒരു 50 പേർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു 10 പേര് എന്ത് ചെയ്യും, അതിന് റിപ്ലൈ കൊടുക്കും. ആ റിപ്ലൈ കൊടുക്കുന്നവരുടെ പണം എന്ത് ചെയ്യും, അവരത് ഹാക്ക് ചെയ്തെടുക്കും, പണം അവര് എടുക്കും. അതിനെയാണ് എന്ത് പറയുന്നേ, ഫിഷിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ്, അതായത് നമ്മൾ എങ്ങനെയാണോ മീൻ പിടിക്കുന്നത്, ചില മീനുകൾ മാത്രമല്ല വലയിൽ കുരുങ്ങുള്ളൂ, മറ്റുള്ളവർക്ക് രക്ഷപ്പെട്ടു പോകും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന രീതിയാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ അങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുമല്ലോ എങ്ങനെയാണെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ അയച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആളുകളുടെ പണമൊക്കെ തട്ടി എടുക്കുന്നത് ഫിഷിങ്ങിലൂടെ കേട്ടോ. അപ്പൊ ഒന്ന് എഴുതിട്ടുള്ളൂ ഫിഷിങ് കേട്ടോ. ഫിഷിങ് ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ബ്രാക്കറ്റിൽ എഴുതാ യൂസർ നെയിം, പിൻ നമ്പർ, പാസ്വേഡ്. യൂസർ നെയിം, പിൻ നമ്പർ, പാസ്വേഡ് എന്നിവ ചോർത്തുകയോ പരസ്യപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഫിഷിംഗ്. PHI ഇതാണ് ഇവിടെ സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സ്ലൈഡിൽ, ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. PHISHING ഫിഷിംഗ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. The fishing involves deceitful attempts to
deceive users into providing sensitive information like passwords, credit card details, or personal data. Phishing attacks often happen in the form of deceptive emails, website, or messages that imitating legitimate intents. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കേട്ടോ. പിന്നെ എടുക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് സ്മിഷിംഗ്. സ്മിഷിംഗ് കേട്ടോ, SMISHING. സ്മിഷിംഗ് എന്തായിരിക്കും? അപ്പൊ ഫിഷിംഗ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതാണെന്ന്. അപ്പൊ സ്മിഷിംഗ് എന്തായിരിക്കും? ഒന്ന് നോക്കിച്ചേ. പറഞ്ഞോ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണോ? അല്ല, ഓപ്പോസിറ്റ് അല്ല കേട്ടോ. അതായത് SMS-ന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ചോർത്തുന്നതെങ്കിൽ എന്താണ് അതിനെയാണ് എന്ത് പറയുന്നത്? സ്മിഷിംഗ് എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ എന്താ പറഞ്ഞേ? എന്താ സഹായം? ഇമെയിൽ വഴിയല്ലേ? അത് ഇമെയിൽ വഴിയാണ് എന്ത് നടത്തുന്നത്? ഫിഷിംഗ് നടത്തുന്നത് കേട്ടോ. എന്നാല് SMS-ന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ചോർത്തുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? സ്മിഷിംഗ് കേട്ടോ. ഒന്ന് എഴുതി വെച്ചോളൂ. സ്മിഷിംഗ് എന്ന് എഴുതാം കേട്ടോ. SMISHING. SMS-ന്റെ സഹായത്തോടു കൂടെ ഒരു സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ചോർത്തുന്നതിനെയാണ് സ്മിഷിംഗ് എന്ന് പറയുന്നത്. SMS-ന്റെ സഹായത്തോടു കൂടി സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ പാസ്വേഡ്, യൂസർ നെയിം, പിൻ നമ്പർ, അതൊക്കെയാണ് എന്താ പറയാ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് SMS-ന്റെ സഹായത്തോടു കൂടിയാണ് ഒരു സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ചോർത്തുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്മിഷിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ വോയിസ് ഫിഷിംഗ് ആണ് കേട്ടോ. അപ്പൊ പേരിൽ തന്നെ ഉണ്ട് എന്താണെന്ന്. വോയിസ് ഫിഷിംഗ് എന്താ? വോയിസ് ഫിഷിംഗ് ശബ്ദത്തിലൂടെ. അതായത് നമുക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ വിവരങ്ങൾ ചോർത്താനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് വോയിസ് ഫിഷിംഗ് കേട്ടോ. ഓക്കെ, വോയിസ് ഫിഷിംഗ് എന്ന് പറഞ്ഞാല് വോയിസിലൂടെ, വോയിസ് മെസ്സേജുകളിലൂടെ, അങ്ങനെ എഴുതാം കേട്ടോ. വോയിസ് മെസ്സേജുകളിലൂടെ നമ്മുടെ വിവരങ്ങള് ചോർത്താനായിട്ട് പ്രേരിപ്പിക്കുന്നു. നമ്മുടെ വിവരങ്ങള് ചോർത്താനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഓക്കെ, അടുത്തൊരു നെയിമാണ് വെയിലിംഗ് കേട്ടോ. ഇതൊക്കെ സൈബർ ക്രൈംസ് ആണ് കേട്ടോ. വെയിലിംഗ്, തിമിംഗലം എന്നറിയപ്പെടുന്നു കേട്ടോ. വെയിലിംഗ്, WHAILING കേട്ടോ. വെയിലിംഗ് എന്തായിരിക്കും? ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഹാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന രീതി തന്നെയാണ്. എന്തായിരിക്കും വെയിലിംഗ്? തിമിംഗലം അല്ലെ? തിമിംഗലം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമ്പനല്ലേ? വലുതല്ലേ? വലുതാണല്ലേ തിമിംഗലം. അപ്പൊ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? വലിയ രീതിയിലാണോ അതോ വലിയ ആളുകളെയാണോ? വലിയ ആളുകളാണ് കേട്ടോ. വലിയ ആളുകളാണ്. ഇപ്പോ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത് പറയുന്നേ വെയിലിംഗ് എന്ന് പറയുന്നേ. ഇപ്പൊ മാർക്ക് സുക്കൻബർഗ് അല്ലെ, ഫേസ്ബുക്കിന്റെ സ്ഥാപകനല്ലേ, അദ്ദേഹത്തിനേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആ പേര് അറിയപ്പെടുന്നത് വെയിലിംഗ് എന്നാണ്. ഫിഷിംഗ് എന്നല്ല അവിടെ പറയുന്നത്. നോർമൽ ആയിട്ട് ഇപ്പൊ നമ്മളെ പോലുള്ള ആളുകളൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഫിഷിംഗ് എന്നറിയപ്പെടും. പക്ഷെ എന്താണ്, വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള ഇപ്പൊ എന്താണ് ഒബാമയോ അല്ലെങ്കിൽ നമ്മുടെ മോദിയോ അങ്ങനെ പോലുള്ള ആളുകളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അതിനെ പറയുന്ന പേരാണ്. അവരുടെ വിവരങ്ങളൊക്കെയാണ് ഇങ്ങനെ ചോർത്തുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? വെയിലിംഗ് കേട്ടോ. അപ്പൊ അത് എഴുതിക്കോളൂ കേട്ടോ. വെയിലിംഗ്,
ILING, വെയിലിംഗ്. മിസ് ഒന്നും കൂടെ WH വെയിലിന്റെ സ്പെല്ലിംഗ് എഴുതാ നിങ്ങള്. WHALE അല്ലേ വെയില്? ആഡ് ചെയ്യാ, എന്നിട്ട് ING ആഡ് ചെയ്യാ, വെയിലിംഗ് കേട്ടോ. അങ്ങനെ എഴുതിയാ മതി. WHALEING. ഫേമസ് ആയിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നേ? വെയിലിംഗ് എന്ന് പറയുന്നത്. ഫേമസ് ആയിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതിനെ വെയിലിംഗ് എന്ന് പറയുന്നു. ഇനി അടുത്തതാണ് ഫാമിംഗ് കേട്ടോ. ഫാമിംഗ് എന്ന് പറയുന്നത് വല വീശാതെയുള്ള ഫിഷിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഊഹിച്ചെന്തായിരിക്കും? നമ്മൾ ഫിഷിംഗ് പറഞ്ഞല്ലേ, എന്താണ്? നമ്മള് വല എറിഞ്ഞു കൊടുത്തിട്ട് മീനുകൾ വന്നതാണ് അതിൽ കൊടുക്കുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വല വീശാതെയുള്ള ഫിഷിംഗ് ആണ് എന്ത്? ഫാമിംഗ് എന്ന് പറയുന്നത്. എന്തായിരിക്കും? വല വീശാതെയുള്ള ഫിഷിംഗ്. അവരെന്തെങ്കിലുമൊക്കെ പരസ്യവും കാര്യങ്ങളൊക്കെ ഇറക്കും, നമ്മൾ അതിന്റെ ഒക്കെ പുറകെ പോകും. അതായത് ഇത് പറയുന്നത്, അതായത് നമ്മളിപ്പോ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, എന്തെങ്കിലും നമ്മൾ ഡെയിലി നമ്മളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അതിനകത്ത് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റോ കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്? നമുക്ക് വിശ്വാസമാണ് അവരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എന്താ പറയാ, നമ്മുടെ അക്കൗണ്ട് നമ്പർ, നമ്മുടെ പിൻ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. പക്ഷെ എന്താണ്? ഇതൊരു മിസ്ലീഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്, വിശ്വസിക്കാൻ പറ്റാത്തൊരു വെബ്സൈറ്റ് ആണ്. പക്ഷെ നമുക്കറിയില്ല, നമ്മൾക്ക് എന്താണ് നല്ല രീതിയിൽ അവിടുത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ്? നമ്മൾ തന്നെ എന്താണ് നമ്മുടെ വിവരങ്ങൾ അവർക്ക് കൊടുത്തേക്കുവാണ്. അപ്പൊ എന്താണ്? ഹാക്കേഴ്സിന് എന്ത് ചെയ്യാം? ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമ്മുടെ വിവരങ്ങളൊക്കെ ചോർത്താനായിട്ട് സാധിക്കില്ലേ? പറ്റില്ലേ? അവര് വല എറിയണ്ട, നമ്മൾ തന്നെ എന്താണ്? വല വിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ. അതിനെയാണ് ഫിഷിംഗ് എന്ന് ഫാമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫാമിംഗ് എന്ന് എഴുതാം കേട്ടോ. ട്രസ്റ്റഡ് അല്ലാത്ത വെബ്സൈറ്റുകളിലൂടെ ട്രസ്റ്റഡ് വിശ്വാസമല്ലാത്ത കേട്ടോ, ട്രസ്റ്റഡ് അല്ലാത്ത വെബ്സൈറ്റുകളിലൂടെ നമ്മുടെ വിവരങ്ങള് നമ്മൾ തന്നെ ഹാക്കേഴ്സിന് കൈമാറുന്നത്. നമ്മുടെ വിവരങ്ങള് നമ്മൾ തന്നെ ഹാക്കേഴ്സിന് കൈമാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. The next one, snooping കേട്ടോ. Snooping, SNOOPING, snooping. എന്തായിരിക്കും സ്നൂപ്പിംഗ്? കേട്ടിട്ടുണ്ടോ? സ്നൂപ്പിംഗ് എന്തായിരിക്കും? സ്നൂപ്പിംഗ് അറിയില്ല? ഷിനുവിന് അറിയാമോ? ഇല്ല മിസ്, അറിയില്ല. അതായത് ഇപ്പൊ ഞാനും ഷിനുവും കൂടി ഒരു സ്ഥലത്തിരിക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മുടെ രണ്ടുപേരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. നമ്മൾ രണ്ടുപേരും വാട്സാപ്പ് ഉപയോഗിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാനും രണ്ടുപേരും വാട്സാപ്പ് ഉപയോഗിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഷിനു അറിയാതെ ഷിനു ആർക്കാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് ഒളിഞ്ഞു നോക്കുകയാണ് ഷിനുവിന്റെ മൊബൈലിലേക്ക്. ഓക്കെ, അതിനെ പറയുന്നതാണത് സ്നൂപ്പിംഗ്. ഇതൊരു സൈബർ കുറ്റകൃത്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലായോ? മനസ്സിലായി. അതായത് 2-3 പേര് തമ്മിൽ ഇരിക്കുമ്പോ വാട്സപ്പ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണ്, അവള് ടൈപ്പ് ചെയ്യണമെന്ന് ഞാനൊന്ന് നോക്കുകയാണ്. അപ്പൊ അതെന്താണ്? സൈബർ കുറ്റകൃത്യമാണ്. അങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ അതൊരു കുറ്റകൃത്യമാണ്. അതിനെ പറയുന്നതാണ് സ്നൂപ്പിംഗ് കേട്ടോ. അപ്പൊ അത് എഴുതാം. സ്നൂപ്പിംഗ് കേസ് കൊടുക്കാം നമുക്ക്.
കേസ് കൊടുക്കാൻ പറ്റും. ആ അതാണ് ഇതൊരു സൈബർ ഒഫൻസ് ആണിത്. അതായത് സൈബർ കുറ്റകൃത്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അതിനകത്ത് പെടുന്നതാണ് എന്ത് സ്നൂപ്പിംഗ് കേട്ടോ. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ടൈപ്പ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്, അതൊരു കുറ്റകൃത്യമാണ് കേട്ടോ. സ്നൂപ്പിംഗ് എന്താ ടീച്ചറെ? SNOOPING സ്നൂപ്പിംഗ്. ഒരാളുടെ വാട്സപ്പ് സന്ദേശങ്ങൾ അയാൾ അറിയാതെ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. ഒരാളുടെ വാട്സപ്പ് സന്ദേശങ്ങൾ അയാൾ അറിയാതെ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് DOS ആണ് കേട്ടോ. ഡിനൈൽ ഓഫ് സർവീസ് കേട്ടോ. ഡിനൈൽ ഓഫ് സർവീസ് അഥവാ DOS ആണ്. അതായത് ഞാനിപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്റെ കമ്പ്യൂട്ടർ എന്താണ് ഓഫ് ആയി പോവുകയാണ്. ഓക്കെ, ഞാനിപ്പോ നിങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പെട്ടെന്ന് എന്താണ് എന്റെ കമ്പ്യൂട്ടർ ഓഫ് ആയി പോവുകയാണ്. അങ്ങനെ താൽക്കാലികമായിട്ട് എന്റെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യാണ്, ഓഫ് ആവുകയാണ്. ഇങ്ങനെ ഓഫ് ആവുന്നത് എന്തുകൊണ്ടായിരിക്കാം? മറ്റൊരാള് എന്റെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ തൽക്കാല നേരത്തേക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് ഓഫ് ആയി പോവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, ഡിനൈൽ ഓഫ് സർവീസ് അഥവാ DOS. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അതിന്റെ യൂസറിന് താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ത്, DOS എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് എഴുതിക്കോട്ടോ. ഡിനൈൽ ഓഫ് സർവീസ് കേട്ടോ. DENIL ഡിനൈൽ ഓഫ് സർവീസ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അതിന്റെ യൂസേഴ്സിന് താൽക്കാലികമായി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. DOS കേട്ടോ. ഒന്നോടെ പറയോ? ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അതിന്റെ യൂസേഴ്സിന് താൽക്കാലികമായി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയെ പറയുന്ന പേരാണ് DOS അഥവാ ഡിനൈൽ ഓഫ് സർവീസ്. ഓക്കെ, ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇനി ഒരു പേജും അടുത്ത ക്ലാസ്സോടുകൂടി ഈ ചാപ്റ്റർ തീരും. അടുത്ത ക്ലാസ്സോടുകൂടി തീരും കേട്ടോ. താങ്ക് യു. ഫാമിങ്ങിൽ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാണ്ട് ചെയ്യുന്നല്ലേ? ഏതാണ് ഫാമിങ്ങിലെ? അതെ അതെ, ഫാമിങ് നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. നമ്മൾ തന്നെ അവർക്ക് കണിയൊരുക്കി കൊടുക്കുക ചെയ്യുന്നത്. ശരി, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു.